എന്റെ അമ്മേ. മനുഷ്യന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ എന്റെ തൃപ്പം കൊണ്ട് ഭഗവതി. എങ്ങടാ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എന്തേ വരുന്നുണ്ടോ? എന്നാ ചെല്ലു. ആ ചിന്നപ്പം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഡോക്ടർ ഭാര്യയെ കാണാൻ. അല്ല എന്റെ അമ്മേ, വെറുതെ ഇവിടെ എന്താ ആകെ ഒരു ശശ്മാന മൂകത? സിദ്ധാർത്ഥൻ സാറേ, ഇവിടെ ആരും ഇല്ലേ? സിദ്ധാർത്ഥൻ സാറേ, സിദ്ധാർത്ഥൻ. ദാക്ഷായണമേ, ഡോക്ടർ മരുമോളൊന്ന് കാണണമല്ലോ. അവരെ കണ്ട സകല വിഷമവും തീരുമെന്നാ സിദ്ധാർത്ഥൻ സാറും കുഞ്ഞന്മാരും പറഞ്ഞത്. ദേ ഇത് കണ്ടില്ലേ, ഞാൻ ചത്താലും എന്റെ കൂടെ പരലോകത്തേക്ക് ഇല്ലെന്നും പറഞ്ഞ കാലിന്റെ കിടപ്പേ. ഇത് ശരിയാക്കാൻ മാത്രം ഇവരുള്ള ഒറ്റ ഡാക്ടർമാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദാക്ഷായണി അമ്മയ്ക്ക് ഇപ്പൊ സുഖമായല്ലോ അല്ലേ? വിശ്വസിക്കാൻ പറ്റിയ ഒരു ഡാക്ടറെ കിട്ടിയല്ലോ. പഴയ തലവേദനക്ക് എപ്പ ഇങ്ങനെ അയ്യോ. സിദ്ധാർത്ഥന്റെ കല്യാണം കഴിഞ്ഞതോടെ അത് തലേന്ന് മാറി നെഞ്ചത്തേക്ക് ഇറങ്ങിയിരിക്കുക ചിന്നപ്പ. മതി, സ്ഥാനം മാറിയപ്പോ തന്നെ ആശ്വാസമായി. അത്രയും കൈപുണ്യം കാണിച്ചല്ലോ. ടോക്കൺ എടുത്തിട്ടാണോ അകത്ത് കയറിയത്? ടോക്കണോ? എന്ത് ടോക്കൺ? കല്യാണം കഴിച്ചാലും പോരാ, ഇവിടെ വേറെ ടോക്കൺ കൊടുക്കണോ? ആരാ ഇയാള്? തലയ്ക്കാനുള്ള സുഖമില്ലെന്ന് തോന്നുന്നു. മരുമോള് ഭ്രാന്തിനും ചികിത്സിക്കണ്ടോ? അതേടോ, എനിക്കിത്തിരി ഭ്രാന്തുണ്ട്. അതിന് തനിക്കെന്ത് വേണം? എനിക്കൊന്നും വേണ്ടേ. തനിക്കെന്താ വേണ്ടേ? എനിക്ക് നിന്റെ തർക്കത്തിലൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. എനിക്ക് അയാളെ പരിശോധിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു മനുഷ്യന്മാരെ പരിശോധിച്ചിട്ടില്ല. എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. സിദ്ധാർത്ഥത്തിന് അറിയാലോ, ഞാൻ ഒരു ഡോക്ടറല്ല, MBBS അല്ല. പക്ഷെ നീ ഇപ്പൊ ഒരു MBBS ആയേ പറ്റൂ. അപ്പുറത്ത് വന്നിരിക്കുന്ന ഒരു മനുഷ്യനേ അല്ല, ഒരു വാലും 4 കൊമ്പുള്ള ഏതോ ഒരു കാട്ടു മൃഗാണെന്ന് വിചാരിച്ചാ മതി. നിനക്കറിയോ, സത്യം എങ്ങനെ അറിഞ്ഞ അയാളെന്നെ ഓടിച്ചിട്ട് കുത്തും. അരയില് 4 കത്തിയ കൊണ്ടു കിടക്കുന്നത്. മിഴിച്ചു നിൽക്കാതെ വേഗം പോയി സ്റ്റെത്തോപ്പ് എടുത്തുള്ളൂ. വാടി. അകത്ത് നിന്ന് എനിക്കൊരു മൃഗീയമായ ഇഞ്ചക്ഷൻ കിട്ടി. ഞാനതിന്റെ ചൂടിലായിരുന്നു. ഡോക്ടറെ കാണാൻ വന്നാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ചൂടായപ്പോ പേടിച്ചു പോയല്ലേ. ചൂടന്മാരെ എന്നല്ല, എനിക്കൊരുത്തനും പേടിയില്ല. ആ ടോക്കൺ ഇങ്ങോട്ട് തരിക. അത് ഡോക്ടർ വാങ്ങി വെച്ചു. ഇനി ടോക്കൺ വേണമെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിച്ചാൽ മതി. എന്നിട്ട് അയാളവിടെ? അയാളെ പരിചയമുണ്ടോ? പിന്നെ പരിചയമില്ലാതെ വെറുതെ ചോദിക്കോ? ഓഹോ, അതാണ് നിങ്ങളെ കണ്ടത് ഈ ജന്മത്ത് ഫീസ് തരാത്ത പാർട്ടിയാണെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനും കുഞ്ഞന്മാരും പിന്നാമ്പുറത്തോട് ഓടിയത്. അയാൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഫീസ് തരില്ല എന്ന് പറഞ്ഞു? പറഞ്ഞു. ആഹാ, ബട കേമ. ഫീസ് കൊടുക്കൂലെന്ന് ആരാ പറഞ്ഞേ? കുടുംബം വിറ്റാണെങ്കിലും ചിന്നപ്പം ഫീസ് കൊടുക്കും. ഈ കാലം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു. അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? പിന്നെയും പരീക്ഷിക്കാണോ? എന്താ എന്റെ തൃപ്പങ്കോത്ത് ഭഗവതി, എന്റെ സ്റ്റെതസ്കോപ്പ് ചിന്നപ്പൻ ഇന്ന് ഊരും. ആ സിദ്ധാർത്ഥൻ ഏതു വഴിക്കാ മുങ്ങിയത്? കാലൻ രക്ഷപ്പെട്ടൂന്ന് വിചാരിച്ചതാ, നടന്നില്ല. കുഞ്ഞന്മാരെ, കുഞ്ഞന്മാരെ, എനിക്കൊരു ടോക്കൺ വേണോടോ. എന്നെ ഡോക്ടറെ കാണാൻ സമ്മതിക്കാതെ നിങ്ങൾ എവിടേക്കാ ഓടണേ? അയ്യോ, ഞാൻ ടോക്കണും കൈ പിടിച്ച് ചിന്നപ്പന് തരാൻ വേണ്ടി നടക്കുകയായിരുന്നു. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ഒരു ഏത് വെറുതെ ആയിപ്പോയി. വെറുതെ ആയില്ല, ശരിക്കും കിട്ടി. എവിടെ? ഇവിടെ. നന്നായി. പഴുത്തിരിക്കുക കളിക്കത്. എന്തായി? പരിശോധന തുടങ്ങിയിട്ടേ ഉള്ളൂ. കുളമ്പ് രോഗാവും. അത് നാൽക്കാലികൾക്ക് വരുന്ന അസുഖല്ലേ? ആ കിടക്കണതിനെന്താ? എന്നെന്തിനാ ഡോക്ടറെ ഇങ്ങനെ കമത്തിക്കെടുത്തിരിക്കണേ? ഞാൻ പരിശോധിക്കുന്നതിലും നല്ലത് ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള മറ്റു വല്ലവരും പരിശോധിക്കുന്നതാ. മെഡിക്കൽ കോളേജിൽ പോകുന്നതല്ലേ നല്ലത്. അവിടെ ഇനി കാണാൻ ആരുമില്ല. എന്നെ ഡോക്ടർ പരിശോധിച്ചാ മതി. ഞാൻ ഫീസ് തരും. മറിച്ചിടൂ. ഓ, തരും. മറിച്ചിടൂ. ഇനി മലർന്നു കിടന്നുള്ളൂ. ആഹാ, മറിച്ചിടുക. സുഖം. എനിക്ക് നെഞ്ഞത്തല്ല വേദന, കാലില്ല. ഇതെപ്പോഴാ തുടങ്ങിയത്?
കൊല്ലഞ്ചാറായി ഡോക്ടറെ. പറമ്പില് വാഴ കടിക്കാൻ വന്ന പോത്തിനെ ഞാനൊന്ന് തൊഴിച്ചു. അതിന്റെ കൊമ്പ് കൊണ്ടൊന്ന് കീറി അപ്പൊ തുടങ്ങിയതാണ്. അയ്യോ, എന്തൊക്കെ മരുന്ന് കഴിച്ചു? ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചു നോക്കി, പേരൊന്നും ഓർമ്മയില്ല. എനിക്ക് വേദന സഹിക്കാൻ വയ്യ കേട്ടോ. ഡോക്ടർ എന്താ കരയണേ? കണ്ണീന്ന് വെള്ളം വരണ്ടല്ലോ. ഞാൻ മരിച്ചുവോ ഡോക്ടറെ? എടോ ചിന്നപ്പാ, മരിക്കാറായിട്ടില്ല. ആവുമ്പോ ഡോക്ടർ പറയും, അല്ലേ ഡോക്ടറെ? തന്നോട് ചോദിച്ചില്ല? തന്നോടൊന്നും പറഞ്ഞുമില്ല. ആരാത്? ആ പാവം കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന മഹാപാപാടാ. ഒരു അപകടം വരുമ്പോ ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യയല്ലാതെ വേറെ ആരാ ഉള്ളത്? അമ്മയ്ക്കാളെ ചികിത്സിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ, ആ സ്റ്റെസ്കോപ്പേ മേടിച്ചു തരാം. ഓ, അല്ലെങ്കിൽ ഇതിൽ ഇത്ര വിഷമിക്കാനൊന്നുമില്ല. പുറത്ത് കാണാത്തൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അകത്തുള്ള കിഡ്നിയും ലിവറും ഹാർട്ടും നമുക്ക് മൃഗങ്ങൾക്ക് എന്നാലും ഒരുപോലെ തന്നെയാ. അമ്മ ചെന്ന് അവളോട് അയാൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുക്കാൻ പറ. ചെല്ല്. 3 നേരത്തേക്കുള്ള മരുന്നാട്ടോ. പിണ്ണാക്കി ചേർത്ത് കൊടുക്കണം. പിണ്ണാക്കിലോ? ചില ഡോക്ടർമാര് മുതിരയിൽ ചേർത്ത് കൊടുക്കാനും പറയും. ഇതെന്താ സദ്യക്ക് വിളമ്പാനുള്ളതാ? എങ്ങനെ ആയാലും വേണ്ടില്ല, സൗകര്യപ്പെടുന്നത് പോലെ കൊടുക്കാം. ബെസ്റ്റ് മരുന്നാ. ഏത് പിണ്ണാക്കിലായാലും അമ്മിഞ്ഞ പാലിലായാലും ശരി, കലക്കി കുടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കാലൊന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ഭഗവതി. ആ മരുന്ന് അയാൾ കുടിക്കേ കുടിക്കാതിരിക്കേ എന്തെങ്കിലും ചെയ്യട്ടെ. മോൾ ഇനി അതോർത്ത് വിഷമിക്കണ്ട. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അമ്മേ? ഓ, ഏറി വന്നാ എന്താ സംഭവിക്കാ? ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ. അവൻ ചത്താലും ഒരു കുഴപ്പമില്ല. കല്യാണം കഴിച്ച് 6 മക്കളെ അപ്പം ചുടുന്നോളെ ചുട്ടെടുത്ത് മേലും കീഴും നോക്കാൻ നടക്കുന്നവനവൻ. ആരും തരുമ്പോ പേടിയില്ലാത്ത ഒരു നീർക്കോലി. സത്യം പറഞ്ഞ അവൻ ആ മരുന്ന് എഴുതി കൊടുത്തത് എനിക്ക് ഇഷ്ടായി. അല്ല പിന്നെ. അമ്മേ, ഭാരതി. ദൈവമേ, ഭാരതി ഇങ്ങോട്ട് വന്നോ? കുഞ്ഞൻ അവളെ എന്തെങ്കിലും ചെയ്തു കാണും. അയ്യോ, ഭാരതി അമ്മായി അല്ലമ്മേ, നമ്മുടെ ഭാരതി പശു പറമ്പി ബോധം കെട്ടി കിടക്കുന്നു. എന്റെ ദൈവമേ, എന്റെ 5000 പോയേ. ദിവസം മുഴുവൻ പാല് തരുന്ന ഒരു പശുവായിരുന്നേ. എന്റെ ദൈവമേ, എന്റെ ഡോക്ടർ മോളെ, എന്റെ 5000, എന്റെ പശു, എന്റെ 5000. കുഞ്ഞുമാവ അമ്മയ്ക്ക് അത് ഓപ്പോള്. ഇനി നീയും കൂടെ ബഹളം വെക്കാൻ ബാക്കിയുള്ളൂ. നിന്റെ അച്ഛന്റെ ശിവതാണ്ഡവം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശിവതാണ്ഡവ ആടല്ല, ശിവകുറ്റി കണ്ട് പൊട്ടിക്കാ വേണ്ടത്. ഇങ്ങനെ ബഹളം വെച്ച് വീഴ അവിടെ എന്താണ്ടായേ? ഞാൻ ചത്തു. നിങ്ങൾ എത്താൻ എനിക്കൊരു ചുക്കുമില്ല. ഏറി വന്ന ചെണ്ടവോട്ട് കേൾക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. വേണ്ട, നല്ല 1-ാം തരം തായമ്പക കാസറ്റിൽ കിട്ടും. പശുവിന്റെ കാര്യം അങ്ങനല്ല. അതിനെ വാങ്ങിച്ചതിന്റെ കട ഇനിയും തീർന്നിട്ടില്ല. അതിന് വല്ലതും പറ്റിയെന്നറിഞ്ഞ ഞാൻ ബോധം കെടും. ദൈവമായിട്ടാ ഈ കുട്ടി എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും വേണ്ടെങ്കിലും എനിക്കും എന്റെ പശുവിനും ഇവിടെ വേണം. അപ്പൊ ഒരു പശുപ്രശ്നത്തിന്റെ പേരും പറഞ്ഞാണോ ഈ വീടിന് ചുറ്റിത്ര ആള് കൂടിയത്? അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. നിന്നെ കാണണമെന്നും നീ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂന്നും പറഞ്ഞ് ഒരു കൊടിയും പിടിച്ച് നത്തല് നമ്മുടെ പുരപ്പുറത്ത് കയറി ഇരിപ്പുണ്ട്. അത് കാണാൻ ആൾക്കാർ കൂടിയിരിക്കണേ. ഇറങ്ങി വേണ കോബർ കഴുതേ. ആ തെണ്ടിക്ക് ഇറങ്ങി വരാൻ ഭാവമില്ലേ? ഇല്ല. ആഹാ, പുറപ്പുറത്ത് കയറിയിരിക്കാൻ നീ ആരുടെ കൊരങ്ങോ? പിടിച്ച് ജയിലാക്കും. എനിക്കിപ്പോ സെൻട്രൽ ജയിലാണ്. അരിയാഹാരം കഴിച്ചിട്ട് മാസം 3ആയി. പെങ്ങളെ നോക്കിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പുറത്താക്കി. അതേ സിദ്ധാർത്ഥ സാറിനെ അതേ പെങ്ങളെ അതേ ആൾക്ക് കെട്ടിച്ചോർത്തു. ഇപ്പൊ ഞാൻ പുറത്ത്, എന്നെ തിരിച്ചെടുക്കണം. അതവൻ പറഞ്ഞ നേരാ. 2 വെള്ളത്തെ കാല് വെക്കരുത്. നിന്നെ എങ്ങോട്ട് തിരിച്ചെടുക്കാനടാ? നീ കാരണമാണ് ഞാൻ ഓട്ടോ വിറ്റത്. നമുക്ക് വേറൊന്ന് വാങ്ങാം, ബാങ്കുകാര് ലോൺ തരും. നിനക്കിന്ന് 2 പൊട്ടിക്കാതെ ഞാൻ. അവനോട് ഇരുന്നോട്ടെ സിദ്ധാർത്ഥ. പുരപ്പുറത്തൊരു നാടൻ പട്ടി നല്ലതാണ്, കള്ളന്മാര് വരില്ല. ഇരിക്കണതൊക്കെ കൊള്ളാം. പുരപ്പുറത്ത് ഓടി കളിക്കണ്ട കേട്ടോ, താഴത്തെത്തും. ജീൻ കുലാബ് സിന്ദാബാദ്. ഒച്ച വെക്കാതടാ, ബാലൻസ് തെറ്റും. മാതാരേ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. 48 മണിക്കൂറിനുള്ളിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ഞാൻ 24 മണിക്കൂറിനകം നീ താഴെ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. എന്റെ കുഞ്ഞമ്മാവനാണ് സംഭവം. അമ്മാവാ,
സാറേ. ഈ നിലാവത്തെ എങ്ങോട്ടാ? നിന്റെ അമ്മായി അമ്മയെ കരാവോ ചെയ്യാൻ. മരപ്പെട്ടിയെ പോലെ പല്ലളിക്കാതെ അവിടെങ്ങാനും കിടക്കടാ മരയോന്ത്. സിദ്ധാർത്ഥൻ സാറേ, സിദ്ധാർത്ഥൻ സാറേ, ഒന്ന് എണീറ്റേ. ഇങ്ങോട്ട്. എന്താടാ? കുഞ്ഞന്മാരാര് മതില് ചാടി. പാർവതി ചേച്ചിയുടെ മതില് ചാടി. എപ്പോ? ഇപ്പോ ഈ നിലാവത്ത്. എന്നിട്ട് എന്തായി? എന്റെ ഈശ്വര, എന്താ ഇത്? ഭാരതി, നല്ല ഇനങ്ങള് ധാരാളം ഉണ്ടല്ലേ? അയ്യോ, എന്താ ഇത്? തെങ്ങി കയറി പരിചയല്ലോ. എന്തു പറ്റി? ഭാരതി, എന്നാ നീ നായ്ക്കളെ വാങ്ങിയത്? ഇന്നലെ. എന്നാൽ ഇന്ന് അവറ്റകൾ എന്നെ നക്കി. ആശുപത്രി കൊണ്ടുപോയിക്കോളൂ. എന്നെ അസല് കടിയിട്ടോ. എന്നാൽ ഈ കടി ഇത്തിരി കട്ടിയായിപ്പോയി. ഇനി കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? നോക്കി നടക്കുക. നോക്കി പടി 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 നോക്കി ഇറങ്ങിക്കോളാം. കുഞ്ഞാ, എന്താണ്ടായേ? ഇന്നലെ രാത്രി കുഞ്ഞമ്മായുടെ മതില് ചാടിന് കിട്ടിയ ശിക്ഷയാ. ദേഹം മുഴുവൻ കടിച്ചു പറിച്ചു. ഭാരതിയോ? അല്ല, അവിടുത്തെ പട്ടികള്. എന്നാ പിന്നെ നിനക്കത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ലാഭത്ത് മതിൽ ചാടാൻ പോണോ? ഏതായാലും പട്ടി കടിച്ചു പറിച്ചല്ലേ, മോളെ കൊണ്ടുകൂടെ ഒരു ഇഞ്ചക്ഷൻ എടുപ്പിക്കാം. മോളെ, ഇപ്പൊ എവിടെയാ ഒന്ന് കിടത്തുന്നത്? ദാ അങ്ങോട്ടെങ്ങാനും ചാരി വെച്ചേക്ക്. പട്ടി കടിച്ചതല്ലേ, മോളോട് ചോദിച്ചിട്ട് അകത്ത് കയറ്റിയാ മതി. സത്യം പറയാലോ, അമ്മൂക്കുട്ടിയുടെ വരവാ നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും കരകയറ്റണത്. കരയ്ക്ക് കയറി കയറി ഞാനിപ്പോ ഇറങ്ങി ചെന്നോണ്ടിരിക്കുന്നത് നടുക്കടലിലേക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല, മരിക്കാൻ നേരത്ത് ഇത്തിരി വെള്ളം കുടിച്ച് മരിക്കാമല്ലോ. അതൊരു ഭാഗ്യാണേ. വന്നോളൂ വന്നോളൂ വന്നോളൂ, എല്ലാം കൂടെ പോന്നോട്ടെ. ഒട്ടും മടിക്കണ്ട, വന്നോളൂ. അവിടെ കട്ടിക്കോളൂ, ഡോക്ടർ ഇപ്പൊ വരും. ഇതേതായി കുതിര? മുമ്പേ വരണ കുതിര നിന്റെ അച്ഛൻ, പുറകെ വരണ കുതിര എനിക്ക് പരിചയമില്ല. എന്താളേ കാര്യം? എന്താണെന്നറിയില്ല, കുതിരയ്ക്കൊരു നെഞ്ചുവേദന. അതാവും അച്ഛൻ അതിനെ ഒക്കത്ത് വെച്ച് ഇങ്ങോട്ട് പോകുന്നത്. മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, അതിനിടയ്ക്ക് കുതിരയുടെ നെഞ്ചുവേദന. കുതിര ആരാന്നറിയോ നിനക്ക്? കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണന്റെ തേര് വലിച്ച ആരാന്ന് എന്റെ വിചാരം? ഈ കുതിരയുടെ അപ്പൂപ്പനാവും. അളിയാ, അല്ല ചായണ്ടേ? കഴുത്തിൽ കുഴൽ തൂക്കി ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് കയറിയിട്ട് മാസം കുറയായി. ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ സമ്മതിക്കില്ല. അവളെ സന്തോഷിപ്പിക്കാൻ കുതിരയല്ല ഹിപ്പപ്പൊട്ടാമസിനെ കണ്ടാലും ഞാൻ കൊണ്ടുവരും. എന്താ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? അച്ഛൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഒരു തന്തയുടെ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. സത്യം പറയാലോ, ഈ വീട്ടിൽ എന്തോന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ അധികം വടക്കോട്ട് പോണമെന്നില്ല. ചീഞ്ഞു നാറുന്നതേ എന്റെ ജീവിത. അത് ചീഞ്ഞോട്ടെ, ബാക്കിയുള്ളവരുടെ ജീവിതത്തിന് വളമാവുമല്ലോ. അമ്മുട്ടേച്ചി, ആ പശു പ്രസവിച്ചു, പെൺകുട്ടിയാ. എന്റെ ഈശ്വര, ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ എത്ര കാലായി ഞാൻ കൊതിക്കുന്നു. അളിയാ, ഓപ്പോള് പറഞ്ഞത് കേട്ടുവോ? പശുവിന്റെ കാര്യം അളിയാ പറഞ്ഞേ. ദേ നത്തലി വന്നു. ചേച്ചി വേഗം റെഡിയാവ്. സിദ്ധാർത്ഥേട്ടൻ ട്രാൻസ്ഫർ വീണ് കേട്ടു. നേരോ? അത് നീ എങ്ങനെ അറിഞ്ഞാടാ നത്തലി? അടിച്ചു കളിക്കാർ ജാനി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. ഓ, ജാൻ അമ്മാവനറിയോ? വല്ലതും കാര്യമായി പറ്റിയോ? അല്ല, ഷോക്ക് അടിക്കാതിരിക്കാൻ ഉറ കിട്ടൂലോ. എന്താ കുഞ്ഞന്മാരുടെ എന്റെ പേര്? അയ്യേ, അതല്ല, കയ്യിലിടുന്നത്. അത് ഗ്ലൗസ്. ആ, അതൊരെണ്ണം വാങ്ങി ഇട്ടൂടായിരുന്നോ? ഷോക്ക് അടിക്കാതിരിക്കൂലോ. ഉം. എങ്ങനെയാ വീണത്? ഇങ്ങനെ. പക്ഷെ നിലവിളി ഇത്രയും ഉണ്ടായിരുന്നില്ല. നിർമ്മലയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോടും കൂടി തന്നെയാ. ദാവണി കൊടുത്താലും ശരി, സാരി കൊടുത്താലും ശരി, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും കുട്ടികളാ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പോറൽ വീഴുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചീത്തപ്പേര് കേൾപ്പിക്കരുന്ന്. എനിക്ക് കോളേജിൽ നല്ല പേരേട്ടാ. രമണി എന്ന് പറഞ്ഞ ആരും അറിയും. ഞാൻ പറഞ്ഞതൊക്കെ എഴുതി നോക്ക്. ഹലോ, അതെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ, നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എത്ര? കൺസ്യൂമർ നമ്പർ മാത്രം പോലെ അഡ്രസ്സും തരാൻ പറ. ആ, നിങ്ങളുടെ അഡ്രസ് പറയൂ.
ആ. ഇതന്നെ പറഞ്ഞേ. ആ എപ്പോഴാ കറണ്ട് പോയത്? പൂജാർ കണ്ടില്ലേ കണ്ണിരുന്നു. അതൊന്നും കാര്യാക്കണ്ട, മൂപ്പരങ്ങ് എത്തിക്കോളും. ആ സാർ, 7-ാം മൈൽസിൽ ഒരു വീട്ടിലും കറണ്ട് ഇല്ല. ഇടൂ, ആ ലൈൻ കട്ട് ചെയ്തിട്ടല്ലേ 5-ാം വാർഡിലേക്ക് കൊടുത്തത്. പിന്നെ അവിടെ എങ്ങനെ ബൾബ് എത്താനാ? അപ്പൊ അവിടുത്തെ കറണ്ട് എവിടെ പോയി? മേലോട്ട് പോയി. അവിടെ അല്ലടോ മരം വീണ്ട് ട്രാൻസ്ഫോമർ കത്തിയായി. അതിന് പകരം 7-ാം മൈൽസിലെ ട്രാൻസ്ഫോമർ ഊരി, അത്രേ ഉള്ളൂ. ഊരിയേ? ആ 5-ാം വാർഡിലെ MLA മോളെ കല്യാണമാ. ഭരതൻ സാറ് പറഞ്ഞിട്ടാ ലൈൻ കട്ട് ചെയ്ത് കറണ്ട് അങ്ങോട്ട് കൊടുത്തത്. അങ്ങേരാരാ? ഈ സെക്ഷനിലെ കറണ്ട് രാജാവല്ലേ. ഒരു ദിവസം നാട്ടുകാർ ഫീസ് ഊരും, അതോടെ അങ്ങേരെ കത്തിക്കലും തീരും. കയ്യെടുത്ത മോഴെ. നമ്മളെന്തിനാ അങ്ങേരോട് ഉടക്കുന്നത്? വെറുതെ സർവീസ് ബുക്കിൽ ചുമന്ന വര വരുത്തണ്ട. അതെ, സ്വന്തം വീട്ടിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി സ്വന്തം അനുജനോട് കൈക്കൂലി വാങ്ങിയിട്ടുള്ള ആളാണ് മൂപ്പര്. ഭരതൻ സാർ അക്കാര്യത്തിൽ നല്ല തറവാടിയാ, അല്ലേ നാണുക്കുട്ട? ആ തറവാടിയാ. തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു അലവലാതി തറവാടി. വയറിംഗ് നടത്തിയെന്ന് വെച്ച് കറണ്ട് അതിലൂടെ ഓടണമെന്നില്ലല്ലോ. ഞങ്ങൾ തരുന്ന കറണ്ട് നിങ്ങൾ നടത്തിയ വയറിംഗ് താങ്ങുമെന്നറിയണ്ടേ? നല്ല മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചത്? അതെ, നല്ല ചെമ്പ് കമ്പിയാണ്, അലൂമിനിയം അല്ല. ആ ഏതായാലും 5-6 മാസം കഴിയും. പോസ്റ്റൊക്കെ ഒരുപാട് വേണ്ടിവരും. അങ്ങനെ പറയരുത് സാർ, ആകെ 2 പോസ്റ്റേ വേണ്ടു. സിദ്ധാർത്ഥൻ സാർ വന്ന് നോക്കിയതാണ്. സിദ്ധാർത്ഥനല്ല, പരമേശ്വരൻ വന്ന് നോക്കിയാലും ശരി, ഇവിടെ പോസ്റ്റ് ഇല്ല. പോസ്റ്റിന് പകരം അയാൾ വന്ന് കുത്തനെ നിൽക്കുവോ? എങ്കിൽ കമ്പി വലിക്കാം. സാർ, എന്റെ കണക്ഷന്റെ കാര്യം സാറൊന്ന് ശരിയാക്കി തരണം. ദാ. ഇത് ഓർഡർ ആയിട്ടില്ലല്ലോ. ഭരതൻ സാറിനെ കണ്ടില്ലേ? സാർ ഓർഡർ ഇട്ട് സെക്ഷനിലേക്ക് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാർ, അയാൾ ഹൈ വോൾട്ടേജ് ആണ്. സാർ ഒന്ന് സഹായിക്കണം. പോസ്റ്റിന് വേണ്ട പണം ഞാൻ കെട്ടിക്കോളാം സാർ. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ ഓഫീസിലെ ഏറ്റവും സത്യസന്ധനായ ജൂനിയർ എഞ്ചിനീയർ സിദ്ധാർത്ഥ സാറല്ലേ അത്? അതെ, എന്താ പരിചയമുണ്ട്? അദ്ദേഹത്തിന്റെ പെങ്ങളെ ഞാനാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ആ സ്നേഹം കൊണ്ട് ചോദിച്ചു പോയതാണ്. അതിന്റെ ഫ്യൂസ് പോയെന്നാ തോന്നണേ. അതാ എഴുതിട്ട് പോയത്. കൃഷ്ണേട്ടൻ ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് സാറിനെ കാണും. ഇപ്പൊ കണക്ഷനൊക്കെ വേഗം കിട്ടും, ഒന്നും പെൻഡിങ്ങിലില്ല. പെൻഡിങ്ങിലുണ്ട്. എന്റെ കണക്ഷന്റെ കാര്യം എന്തായി? നിശ്ചയിച്ചു അല്ലേ? എന്ത്? സിദ്ധാർത്ഥേട്ടന്റെ പെങ്ങളുടെ കല്യാണം കഴിയുന്നവരെ കാത്തിരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ. ഒരൊറ്റ ദിവസം ലീവ് എടുക്കാതെ സമയം കഴിയുന്നവരെ സീറ്റിലിരിക്കുന്നത് തന്നെ സിദ്ധാർത്ഥേട്ടനെ കാണാനാ. ആ എന്റെ അടുത്ത് പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത് മറച്ചു വെക്കണ്ടായിരുന്നു. നീ എന്ത് ഭ്രാന്താ ചന്ദ്രമതി പറയുന്നത്? ഭ്രാന്തല്ല, അതാ ജനൽ എന്നോട് സത്യം പറഞ്ഞു. പെങ്ങളെ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനെ ഞാൻ ഇപ്പോഴവിടെ കണ്ടു. എന്നോടൊന്നും മറച്ചു വെക്കരുത്. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞുണ്ടല്ലോ. എനിക്ക് നിന്നോട് പ്രേമുണ്ടെന്ന് ആരാടി പറഞ്ഞത്? ഒരുമാതിരി ചന്ത പെണ്ണുങ്ങളെ പോലെ കാണുമ്പോഴൊക്കെ ഓരോ കാര്യം പറഞ്ഞ് ശൃംഗരിച്ചെന്റെ മേത്ത് ചാഞ്ഞാണ്ടല്ലോ. ഓ തടവാട്. സാറാരാ നോക്കുന്നത്? അല്ല, എന്റെ പെങ്ങളെ കെട്ടാൻ പോണെന്നും പറഞ്ഞ് ഒരുത്തിനോട് വന്നു ചന്ദ്രമതി പറഞ്ഞേ. പറയേ മാത്രമല്ല, അവള് നാറ്റിക്കുകയും ചെയ്തു. കുറച്ചു മുമ്പ് ഞാൻ അവനെ ജനലിന്റെ അവിടെ കണ്ടതാ. എന്നെ കണ്ടത് മാറിക്കളഞ്ഞു. ആദ്യം അവളെ സൂക്ഷിക്കണം. അവൾ സാറിനെ കൊത്താൻ നടക്ക. എന്നിട്ട് അളിയനിപ്പോ എവിടെ? അതാ ഞാനും നോക്കുന്നത്. അവൻ എന്റെ പുന്നാര അളിയൻ. അളിയ അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാ മതി. അവന്റെ ഒരു ഉടുക്കത്തെ സൈക്കിൾ. നിനക്കെന്റെ പെങ്ങളെ കെട്ടണല്ല. താനാരാണോ? ഞാൻ ആരാന്നോ? കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ പെങ്ങന്മാരെ വളർത്തി പുറകെ നടന്നു. പെങ്ങന്മാരെ കെട്ടിച്ചു വേണ്ട. എക്സ്റേയിൽ അവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്ത് കുറ്റം ചെയ്തിട്ടാ വിനയേട്ടന് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. കൂട്ടത്തിൽ കറാട്ടെ പഠിച്ച ഒരുത്തനുണ്ടോ എന്നൊരു സംശയം. ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തനെ സാധിക്കും. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? അങ്ങനെ കൃത്യമായ ഡേറ്റ് വെച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ നിർമ്മലേ? ആര് തല്ലിയാലും ശരി, അച്ഛനായാലും ശരി, ഏട്ടനായാലും ശരി,
ഞാനും ഇനി വിട്ടുകൊടുക്കില്ല. അമ്മേ എന്തേ? ഒന്നുമില്ല, നല്ല സുഖമുള്ള വേദന. നീ എങ്ങനെയാ ഇവിടെ വന്നത്? ഓട്ടോയില് നത്തില് സഹായിച്ചു. അവനിപ്പോ നമ്മുടെ കൂടെയാ. അവനെ നമ്പണ്ട, അവൻ ചാരനാണ്. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകുമായിരുന്നു. ഇനി ഏതായാലും സംഗതി എനിക്ക് വിട്ടതാ. നിർമ്മല കുഞ്ഞിന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് സിദ്ധാർത്ഥ സാർ എന്നോട് പറഞ്ഞു. ഏതായാലും മറ്റേ കണ്ണ് വെറുതെ കിടക്കുവാ. അത് ഞാൻ സാറിന് തരാം. അതും വെച്ച് വല്ല ചാരപ്പണിയും നടത്തിയ 2 കണ്ണും ഈ ഉള്ളം കൈ കിടക്കും. നല്ലാഴ്ച സാധനം അപസ്മാരം പോലെ ആശുപത്രിയിലേക്ക് എടുക്കണോ? കൊണ്ടുപോണ്ടി വരുമെന്നാ തോന്നുന്നു. ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കി സാറിന്റെ നെഞ്ചത്ത് കുത്തിയാൽ അടിച്ച് എന്റെ അമ്മൂമ്മയുടെ ഫീസ് ഞങ്ങൾ വരും. പിന്നെ സപ്ലൈ ഉണ്ടാവില്ല. അത് ശരി. വരണം. കല്യാണവും കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞ് ആകപ്പാടെ കുലുങ്ങി മറിഞ്ഞ് സാറിങ് എത്തിയെന്ന് കേട്ടു. വിവാഹത്തിന് എന്നെ ക്ഷണിച്ചില്ല. വിവാഹം കഴിഞ്ഞൊന്ന് അനുമോദിക്കാൻ ഒരു ക്ഷണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. സാർ ഇരിക്കണമെന്നില്ല. സാർ എന്തിനാ വിളിപ്പിച്ചത്? തന്നെ കൊണ്ടൊന്ന് ചികിത്സിപ്പിക്കാൻ വിളിപ്പിച്ചതാ. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ അറിഞ്ഞൊന്ന് ഇരുത്തിയില്ലേ താൻ? ചികിത്സയൊക്കെ എവിടം വരെ ആയി എന്നൊന്ന് അറിയാൻ വിളിപ്പിച്ചതാ. നിർത്തിക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ വെച്ച് വേണ്ട. ഒരു വെറ്റിനറി ഡോക്ടറെയും കേട്ടി യൂണിയൻകാരെ മുഴുവൻ സൗജന്യമായി ചികിത്സിപ്പിക്കാം. വേണ്ട നേതാവേ, ആ കുട്ടി എനിക്കറിയാം. നല്ല കൈപ്പുണ്ടുള്ള ഡോക്ടറാ അവര്. എന്റെ ഭാര്യ വീട്ടിലെ കോഴിക്കുഞ്ഞിന് പരുന്തറാഞ്ചി. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി തള്ളക്കോഴി പിറകെ പറന്ന് മരത്തിലിടിച്ച് നിലത്ത് വീണ് കാലൊടിഞ്ഞു. ആ കാലിന് പ്ലാസ്റ്റർ സാറിന്റെ ഭാര്യ. 4 ദിവസം കോഴി ആശുപത്രി കിടന്നു. ഓഹോ, എന്താ സംശയം? ആ കോഴി അതിനുശേഷം 2000 മുട്ടെങ്കിലും ഇട്ട് കാണും. അത്ര കൈപ്പുണ്ടുള്ള ഡോക്ടറാ. ഇനിയും കിടന്ന് ചിലച്ചാൽ താൻ അതിലും കൂടുതൽ മുട്ടയിടും. കുറെ നാറുകളുടെ പിൻബലം ഉണ്ടെന്ന് വെച്ച് ഇവിടെ കയറി വന്ന് എന്നെ വിസ്തരിക്കാൻ താൻ ആരോട്? വിദ്യുച്ഛക്തി മന്ത്രിയോ? ഞാൻ ആരെയും നീ ആരാണെന്ന് എന്റെ വിചാരം? നിന്നെ ഞാൻ ശരിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് മുഖത്തോക്കി പറയടാ. പറഞ്ഞാ താ എന്ത് ചെയ്യണോ? ഇവരിനി മാറ്റി തരണം. സാറിങ്ങോട്ട് വാങ്ങേ. വിട് ചാർലി, വിട്. എന്താ സാർ, ഇതൊക്കെ മോശമല്ലേ? ഞാൻ ആകെ പതറി പോയി ചാർലി. പതറിയതല്ല, പറന്നു വിട്ടല്ലേ സാറ്. ഞാൻ പിടിച്ചില്ലെങ്കിലേ ആ ശിവരാമന്റെ കാറ്റ് പോയേനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒത്തിരി ധൈര്യം തോന്നുന്നുണ്ട് ചാർലി. എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. വോൾട്ടേജ് ഇത്തിരി കൂടിയപ്പോ ആകെ ഒന്ന് കത്തി, അത്രേ ഉള്ളൂ. പൊക്കോ.